പെണ്ണായിരുന്നു. അപമാനം സഹിക്കാതായ ഏത് പെണ്ണും ഇതൊക്കെ തന്നെയാ ചെയ്യുക. ശരിയാ. ബോഡി കണ്ടോ? കണ്ടു. ആരാത്? സാറാമ്മ വീട്ടിൽ ആരായിരുന്നു? വേലക്കാരിയായിരുന്നു. വേലക്കാരി എന്ന് പറഞ്ഞാൽ 10 വയസ്സിൽ വീട്ടിൽ വന്ന് കയറിയ വേലക്കാരി. അതെ. സാറാമ്മയുടെ വിവാഹം ഓർമ്മയുണ്ടോ? നല്ലപോലെ ഒന്ന് ആലോചിച്ചു നോക്ക്, എന്നിട്ട് പറ. എനിക്ക് നിങ്ങളുടെ വായിൽ നിന്നത് കേൾക്കണം. വാ. ഹലോ ഹലോ, വരൂ. വരുന്നേ. അതിനെന്താ? പിന്നെ അദ്ദേഹത്തെ കൂടി. അദ്ദേഹോ? ഏതദ്ദേഹം? നിനക്ക് ഒറ്റ അദ്ദേഹമേ ഉള്ളൂ. ആ അദ്ദേഹമാണ് നിന്നെ 10 വയസ്സ് മുതൽ ഈ നിലയിലാക്കി നല്ലൊരു ചെക്കനെ കണ്ട് കല്യാണം കഴിപ്പിച്ചത്. ആ അദ്ദേഹത്തെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കാനാണ്. അല്ലാതെ നീ വേറൊന്നും ധരിച്ചു പോകരുത്. മനസ്സിലായോ? വരൂ. അതിനെന്താ? വാ. ചെല്ല് ചെല്ല്. എന്തിനാ മോളെ പേടിക്കുന്നത്? നിന്നെ ഞാനല്ലേ വളർത്തിയത്. അന്നേ നിന്നെ ഞാൻ നോട്ടമിട്ടതാ. ഏതദ്ദേഹം? ഈ ദേഹമല്ലേടി നിന്റെ എല്ലാം. ജോണി കണ്ടോ എന്നൊരു സംശയം. അയാളെ പാതിരക്കൂടെ നിൽക്കാൻ പറഞ്ഞ അയാളെ പാട്ടിന് പോകാൻ പറ. നമുക്ക് അദ്ദേഹത്തിന്റെ കാര്യം നോക്കാം. അവളെ അദ്ദേഹം, എന്റെ അദ്ദേഹം, തന്റെ അദ്ദേഹം, നമ്മുടെ ദേഹം കേടാവോ എന്നൊരു സംശയം. മനുഷ്യൻ എന്തു വേണമെങ്കിലും ആഗ്രഹിക്കാലോ. കല്യാണ പെണ്ണിന്റെ ആദ്യ രാത്രിയെങ്കിലും അവൾ സ്വന്തം. അന്നേ ദിവസം തന്നെ ജോണിക്കുട്ടി. അല്ല, അയ്യേ അയ്യേ, അത് ശരിയല്ല. ജോണി ഇവിടെ ഉണ്ടായിരുന്നു. ശരിയാണോടെ പറഞ്ഞത്? തോക്ക് കണ്ട് പേടിക്കണ്ട. നിങ്ങളെ വെടിവെച്ചാൽ ഈ തോക്കിനാ നാണക്കേട്. അപ്പച്ചനായിട്ട് നിങ്ങൾക്ക് എന്റെ വീട്ടിൽ കഴിയാൻ കിട്ടിയ സൗജന്യം ജോണിയായിട്ട് കളയില്ല. പക്ഷേ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് താഴണം. ആർക്കും പ്രയോജനമില്ലാത്ത ഒന്ന് നിങ്ങൾ വേണ്ടാന്ന് വെച്ചു അല്ലേ? അതുപോലെ ആർക്കും പ്രയോജനമില്ലാത്ത എത്രയോ കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അത് കണ്ടുപിടിക്കണം, പ്രയോജനപ്പെടുത്തണം. ചുരുക്കി അങ്ങ് പറഞ്ഞേക്കാം. അതെ, നമുക്ക് ചുറ്റുമുള്ള 5 ഏക്കർ ഭൂമി അത് പ്രയോജനപ്പെടണമെങ്കിൽ അധ്വാനിക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് പോലെ നമ്മുടെ ഖജനാവ് കാലിയാണ്. അപ്പോൾ ഈ ഭൂമിയും ഘട്ടം ഘട്ടമായി നന്നാക്കണം.
പക്ഷെ അതിന് നിങ്ങൾ അല്പമൊന്ന് കുനിയേണ്ടി വരും. ആ കയ്യിൽ തൂമ്പ എടുത്ത് കിളക്കേണ്ടിയും വരും. ആരോഗ്യമുള്ളവർ അധ്വാനിക്കണം, ആരോഗ്യമില്ലാത്തവർ ആശുപത്രിയിൽ പോകണം. എന്തുവാ രണ്ടുപേരും നോക്കി നിന്ന് പ്രേമിക്കാന്ന് മണ്ണിന് തോന്നും കൊറേ കൂടെ പതിയേക്കല്ല ആ ആഞ്ഞു വിടറാ. പെട്ടെന്ന് ആ കട്ട കിടക്കണം. തോന്നിയതായിരിക്കും. അയ്യോ എന്റെ ഉണ്ണിയേശുവേ, ഞാൻ എന്നായി കാണുന്നേ? കിണ്ണത്തപ്പം പോലെ ചുമന്നിരുന്ന ആളല്ലയോ, ഇപ്പൊ എന്നാ കോലമായി? ഇവന്റെ ഈ കിരാതഭരണത്തിനൊരു അറുതിയില്ലേ? ഇത് ചോദിക്കാൻ ആരുമില്ലേ? കത്തനാര് പോലുമില്ലേ? വീട്ടിൽ കൊള്ളിക്കാൻ പറ്റാത്തൊരു ജന്തു ഉണ്ട് അവിടെ. ആനയുണ്ട്. അല്ല ആനയുണ്ട്. ഇപ്പൊ വീട്ടിൽ കൊള്ളിക്കാൻ പറ്റാത്തത് ഞങ്ങളാ. ഏത് നേരവും പുറത്താ പണി. സമാധാനായിട്ടൊന്നും ഇരിക്കാൻ പോലും പറ്റണില്ല. ഇക്കണക്കിന് പോയ ഞങ്ങളെ ഗതി എന്നതാ? ഇല്ല, അതിന് ഭാവിയില്ല. നിങ്ങൾ നോക്കിക്കോ, മൊത്തത്തിലൊരു മാറ്റം വരാനുണ്ട്. അയ്യോ, മാറ്റം വന്നു വന്ന് ഇതുവരെയായി. ഇപ്പൊ മീശേ പോയുള്ളൂ, ഇനി തല കൂടെ പോവോ? നിങ്ങൾ തിരിച്ചു പോയി നോക്കൂ, മാറ്റമുണ്ടാവും. അവൻ വരേണ്ട സമയമായി. വരും, വരുന്നു, വന്നു. വരും, വരുന്നു, വന്നു. എന്താ ചിരിക്കണേ? അല്ല, സമയം തെളിഞ്ഞാ എന്ത് ചെയ്യും? അത് ഇങ്ങനെ അങ്ങോട്ട് തെളിഞ്ഞാൽ എന്തോ ചെയ്യും? അല്ല, ഇങ്ങനെ ഒരു കാറിന്റെ പിൻസീലിരുന്ന് യാത്ര ചെയ്യുന്ന യോഗം. അതിന്റെ കൂടെ ഇങ്ങനെ തലയിണ വെച്ച് പോകുക എന്ന് പറഞ്ഞാൽ അതും ഒരു യോഗമാ. അതാണ് തലയിണ യോഗം. വന്നു. ഞാൻ പണിയുന്ന 5ാമത്തെ ഹോട്ടലാണിത്. ഇതിന്റെ മുകളിലേക്ക് 5 നിലയും കൂടി പണിയാനാണ് പ്ലാൻ. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. എന്തോ ഒന്നുമല്ല, ആമേന്ന് പറഞ്ഞതാ. ഓ, മദ്യപിക്കോ? കുടിക്കോന്ന്? ഇല്ല, പിന്നെ മദ്യപിക്കും. വളരെ ഡീസന്റ് ആയിട്ട് മദ്യപിക്കും. ഡീസന്റ് ആൾക്കാരും ഒത്ത് ഡീസന്റ് ആയിട്ട് തന്നെ മദ്യപിക്കും. വരും, വരുന്നു. അതെ, വന്നു. എന്താ പറഞ്ഞേ? അല്ല, വരുന്നു എന്ന് പറഞ്ഞതാ. ആ, ഒരു പരിചയമില്ലാത്ത ഞാൻ വന്ന് വിളിച്ചപ്പോ നിങ്ങൾ എന്താ ഒന്നും ചോദിക്കാതെ എന്നോടൊപ്പം കാറിലൊന്ന് കയറിയത്? ഞങ്ങൾക്കറിയാമായിരുന്നു, കത്തനാര് ഞങ്ങളോട് പറഞ്ഞിരുന്നു. എങ്കിലും ഒരു ചടങ്ങിന് വേണ്ടിയെങ്കിലും ചോദിച്ചൂടെ എവിടെന്ന് വരുന്നതെന്ന്? എവിടെ അത് പറയൂ. മേനോൻ പാറ. മേനോൻ പാറ അല്ല, പാറ പേനോ? ഇത് രണ്ടുമല്ല, അങ്ങനെ ഒരു സ്ഥലം ഉണ്ട്. ഉണ്ട്, ഞങ്ങൾ വന്നിട്ടുണ്ട്. എന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരെണ്ണം കൂടി അടിച്ചിട്ട് ആലോചിക്കാം അല്ലേ? അദ്ദേഹം അത് കൂടെ ഉണ്ടായിരുന്നു.
അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതി വരുമായിരുന്നു. ഗതിയല്ല, ഗതികേട് വരുമായിരുന്നു എന്ന് ചോദിക്കും. അദ്ദേഹം വലിയ മനുഷ്യനായിരുന്നു. അന്ന് നിങ്ങൾ എന്തിനാ അവിടെ പോയത്? നമ്മൾ എന്തിനാ അവിടെ പോയത്? അന്ന് അവിടെ പോയത് സ്കൂളിന്റെ ആവശ്യത്തിനല്ലേ? ഓർമ്മ വന്നു, ടീച്ചറുടെ കാര്യത്തിന്. ടിവിയിലെ രാമനാഥൻ പിള്ളയിലെ ആ കൊച്ചിനെ അവിടെ കൊണ്ടുവന്നത്. അയാള് പറഞ്ഞതാ, ജോലി കൊടുക്കാമെങ്കിൽ കൊണ്ടുവരാമെന്ന്. ബ്രോക്കർ ആയാലെന്ത്, ഏറ്റാൽ ഏറ്റ കാര്യം കൃത്യം. ജോലി കൊടുക്കാന്ന് പറഞ്ഞല്ലേ കൊണ്ടുവന്നത്? എന്നിട്ട് ജോലി കൊടുത്തോ? ജോലി കൊടുത്തോ? 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 ഓരോന്നും കൂടി കൊടുക്ക്. എടുത്തോ. പിടിപ്പിരി. ചെല്ലട്ടെ അങ്ങട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കി. കൊടുത്തില്ല, ജോലി കൊടുത്തില്ല, പകരം ഗർഭം കൊടുത്തു. അറിയാമോ? അത് അദ്ദേഹം ഒരുപാട് പേർക്ക് ഫ്രീ ആയിട്ട് ഗർഭം കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതിന്റെ കണക്കെടുക്കാറില്ല. ആ ടീച്ചർ ആത്മഹത്യ ചെയ്തു. 1 വർഷത്തിന് ശേഷം അവരുടെ തള്ളക്ക് ഭ്രാന്ത് വന്നു. കഴിഞ്ഞ ആഴ്ച അവരും മരിച്ചു. ഇതിനൊക്കെ കാരണക്കാരനായ മഹാനുഭാവനുണ്ടല്ലോ, നിങ്ങളിലേക്ക് ദാനശീലനായ അലക്സാണ്ടർ വൈദ്യൻ. അയാളിനെ കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് നിങ്ങളെ കാണാൻ വന്നത്. എടാ ചെറ്റകളെ, ചക്കാത്തിന് കള്ളുവാൻ ചെയ്ത് ചെറ്റത്തരം പറയരുത്. യോ, ഞാൻ പറയത്തുള്ളൂ, പ്രവർത്തിക്കാൻ വേറെ ആൾക്കാരുണ്ട്. നിരപരാധിയായ ഒരു സ്ത്രീയും അവരുടെ കുടുംബവും നശിക്കുന്നതിന് കൂട്ടുന്ന മഹാഭാവികളെ അതിന് ഞങ്ങളല്ലല്ലോ. കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ തട്ടും. അടിയാ. കത്തനാര് പറഞ്ഞതുപോലെ വല്ല മാറ്റമുണ്ടോ? മാറ്റം, ഭയങ്കര മാറ്റം. എന്നിട്ട് അലൈൻമെന്റ് മാറി. വരും, വരുന്നു, വന്നു. ബോസ്, എന്റെ വീട്ടിൽ ഇത്തരം ആഭാസങ്ങൾ അരങ്ങേറാൻ പാടില്ല. ഞാനത് അനുവദിക്കില്ല. എന്റെ വീടോ? ഇത് ജോണി, കണ്ടംപറമ്പിൽ ജോണി. ഇത് മാണി, നിങ്ങളുടെ അപ്പച്ചൻ കണ്ടംപറമ്പിൽ അലക്സാണ്ടർ വൈദ്യന്റെ മകൻ മാണി. ഈ വീട്ടിൽ എനിക്കും എന്റെ ഈ പെങ്ങൾക്കും ഉണ്ട് അവകാശം. ഇല്ല, ഉണ്ട്. ജോണി സമ്മതിക്കുക. മാണി സമ്മതിപ്പിക്കും. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? വെറുതെ ഒരാൾ കയറിയൊന്ന് ബഹളം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ? വെറുതെ അല്ലല്ലോ, ബന്ധവും പറഞ്ഞല്ലേ വന്നേക്കണേ. ബന്ധോ? എന്ത് ബന്ധം? അലക്സാണ്ടർ വൈദ്യൻ അവന്റെ അപ്പനാണ് പോലും, കൂടെ ഒരു പെണ്ണും. പെങ്ങളാന്നാ പറയുന്നേ. പ്രൊഡക്ഷൻ നമ്പർ 2. അങ്ങനെ ഒരുത്തം വന്ന് അവകാശപ്പെട്ട അങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? സമ്മതിച്ചു കൊടുത്തില്ലെങ്കിൽ പ്രശ്നമില്ലേ? അവന്റെ കയ്യിൽ തെളിവുണ്ടെന്നാ പറയുന്നത്. അച്ഛൻ അങ്ങോട്ട് വന്ന് ഇടപെട്ടേ പറ്റൂ. അച്ഛനെ കണ്ടാൽ അവൻ ഒതുങ്ങും.